രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇത്തവണ കോളടിച്ചതാകട്ടെ 85 വയസ്സ് കഴിഞ്ഞവർക്കാണ്. നമുക്കറിയാം, മുമ്പൊക്കെ വോട്ടിടുന്ന ദിവസം പ്രായം ചെന്ന വൃദ്ധ മാതാപിതാക്കളുള്ള വീട്ടിൽ ആദ്യമേ തന്നെ 3 പാർട്ടിക്കാരും എത്തും. ഇവർ ബുക്ക് ചെയ്യും. അമ്മച്ചി, ഞങ്ങളുടെ വണ്ടി കാലത്തെ തന്നെ വരും, പോകാൻ റെഡിയായിരിക്കണം, നമുക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെ പറയും. കൂടെ പോയി തന്നെ ഇവർ തന്നെ വോട്ട് ഇടുകയും ചെയ്യും. അങ്ങനെ വോട്ടിടുന്ന ദിവസം അമ്മച്ചിക്കൊക്കെ കിട്ടുന്ന ഒരു വിലയുണ്ടല്ലോ, ഏകദേശം വോട്ടിട്ട് കഴിയും വരെ മാത്രമാകും ഈ വില. വോട്ടിടാൻ പൊക്കിക്കൊണ്ടു പോകുന്ന ടീമുകളൊന്നും തന്നെ വോട്ടിട്ട് കഴിഞ്ഞാൽ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന കാര്യം പോലും ഓർക്കാറില്ല. പിന്നെ ഈ അമ്മമാരാകട്ടെ കരഞ്ഞും വിളിച്ചുമൊക്കെ വല്ല വിധേനയുമൊക്കെ ആയിരിക്കും തിരിച്ച് വീടുകളിലേക്കും എത്തിച്ചേരുക. എന്തായാലും ഇത്തവണ ഇക്കാര്യത്തിനൊക്കെ ഒരു അറുതി വരും. കാരണം 85 കഴിഞ്ഞവർക്ക് ആരുടെയും ഒരു ഓസാരവും വേണ്ട, അവർക്ക് വേണ്ടിയും ഒരു കരുതൽ ഒരുക്കിയിരിക്കുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് വോട്ട് ചെയ്യാമെന്ന് തന്നെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചിരിക്കുന്നത്. അതായത് 85 വയസ്സ് കഴിഞ്ഞവർ മാത്രമല്ല, 40% ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും വോട്ട് ഫ്രം ഹോം എന്ന സൗകര്യം തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇവർ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുക, പിന്നാലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. ഇത് മാത്രമല്ല, പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ളം, ശൗചാലയം അടക്കമുള്ള സൗകര്യങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടിയുള്ളത്: പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കാൻ പാടില്ല, വിദ്വേഷ പ്രസംഗങ്ങളൊന്നും പാടില്ല, താരപ്രചാരകരൊന്നും തന്നെ പരിധി വിടരുത്, ഓൺലൈൻ പണമിടപാടുകളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വോട്ടെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രചരണത്തിൽ വിദ്വേഷ പ്രസംഗം പാടില്ല എന്നാണ് രാഷ്ട്രീയക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് പിടിക്കരുത്, സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം പ്രചാരണം പാടില്ല. ഇതൊക്കെ തന്നെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. സമൂഹ മാധ്യമങ്ങളുടെ എതിരാളികളെ അവഹേളിക്കരുതെന്നും താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുതെന്നും കുട്ടികളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്നുമാണ് നിർദ്ദേശം. ഈ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളൊക്കെ ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ താക്കീതിലൊന്നും ഒതുങ്ങില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പരമാവധി റീപോളിംഗ് സാധ്യതകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 97 കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. 1.8 കന്നി വോട്ടർമാരുണ്ട്. ഇതിൽ 85 ലക്ഷം പെൺ വോട്ടർമാരാണ്. 49.7 കോടി പുരുഷ വോട്ടർമാരുണ്ട്. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളുണ്ട്. അതുമാത്രമല്ല, KYC ആപ്പിലൂടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളൊക്കെ അറിയാം. ഇത് മാത്രമല്ല, വോട്ട് ചെയ്യാൻ അർഹതയുള്ള ഏതെങ്കിലും വ്യക്തി, അതായത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയോ ഏതെങ്കിലും കാരണത്താൽ അവരുടെ പേര് ഇല്ലാതാക്കുകയോ ചെയ്താൽ അവർക്ക് എത്രയും വേഗം പേര് ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാം. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെയാണ്: നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഇത് ലഭ്യമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതിയിൽ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് പിന്നാലെ റോളിൽ ഉൾപ്പെടുത്താൻ നിയമം അനുവദിക്കുന്നില്ല എന്നതും ദയവായി ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കമ്മീഷന്റെ വെബ്സൈറ്റ് തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ നിയന്ത്രിക്കാനാണ് ഇത്തരത്തിലൊരു പെരുമാറ്റച്ചട്ടം പോലും വരുന്നത്. രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രസംഗങ്ങൾ, പ്രചാരണം, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളുടെ ഉള്ളടക്കം, പോളിംഗ് ബൂത്തുകളിലെ പെരുമാറ്റം തുടങ്ങിയവയൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയായിരിക്കണം ഓരോ ഇന്ത്യൻ പൗരനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും അടക്കം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.